ഹലോ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും വലിയ നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് സൽമാൻ. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേരാണ് ചുണ്ടനെലിക്ക് പറ്റിയ അമളി. ഒരിക്കൽ ഒരു ചുണ്ടലി ആഹാരം തേടി നടക്കുകയായിരുന്നു. നടന്ന് കുറെ ദൂരം എത്തിയപ്പോൾ നെല്ലിന്റെ മണം തന്റെ മൂക്കിലടിച്ചു. നല്ല പൂനെല്ലിന്റെ മണം എവിടെന്ന് അവൻ ചുറ്റു നടന്നു പരിശോധിച്ചു. ഓ, രക്ഷപ്പെട്ടു! ഒരു കുട്ട നിറയെ നെല്ലിരിക്കുന്നത് അവൻ കണ്ടു. കുട്ടയിലെ അടപ്പിലെ ചെറിയൊരു ദ്വാരത്തിലൂടെ ഞെരുങ്ങി അവൻ അകത്തു കിടന്നു. ആർത്തിയോടെ തിന്നാൻ തുടങ്ങി. വയറങ്ങു വീർത്തു വന്നു. ഓ, വയറ് നിറഞ്ഞു, ഇനി പോകാം. അവൻ ആ വന്ന ദ്വാരത്തിലൂടെ നോക്കി. ഇനി പോകാം. പുറത്തേക്ക് വന്ന വഴുതനാകത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ അവന് കഴിഞ്ഞില്ല. വയറാണ് തടസ്സം. എങ്ങനെ പോകാം? അങ്ങനെ അവൻ ആ കൊട്ടക്കകത്തു തന്നെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ കിടന്നുറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ഉണർന്നു നോക്കുമ്പോൾ വയർ അല്പം കുറഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും പോകാൻ പറ്റുമെന്ന് ചിന്തിച്ചു. അവൻ പോകാൻ റെഡിയായി. എന്നാലും വിശപ്പ് വന്നു. അവൻ നെല്ല് തിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും വയർ പിന്നെയും വീർത്തു വന്നു. അവൻ പിന്നെയും പുറത്തു പോകാൻ കഴിഞ്ഞില്ല. അവൻ ആ കൊട്ടക്കകത്തു തന്നെ പിന്നെയും കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. കുട്ടയിലെ ഒരു മൂലക്കായി അവൻ കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോഴാണ് വിശന്നു വലഞ്ഞൊരു പൂച്ച അതുവഴി വന്നത്. ഓ, എലിയുടെ മണം എവിടുന്ന? അവൻ ചുറ്റും നോക്കി. ദൂരത്തിലൂടെ നോക്കിയപ്പോഴാണ് ഒരു മുഴുത്തുരുണ്ടൊരെലി കിടന്നുറങ്ങുന്നത് അവൻ കണ്ടത്. സമയം കഴിഞ്ഞ് അവനെ പിടിച്ച ഭക്ഷണമാക്കി. എന്താണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതിന് മനസ്സിലായത്? അത്യാഗ്രഹം ആപത്താൻ എത്താക്കി. കൃഷ്ണവന്ധ്യ അതിൻ്റെ പണി